അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ നൗ ഹിയർ ഡയറക്ടർ ആൽബർട്ട് പിൻറ്റോ സംവിധാനം ചെയ്ത് 2023 പുറത്തിറക്കിയ അടിപൊളി ത്രില്ലർ ഡ്രാമ മൂവിയാണ് നൗ ഹിയർ. തുടക്കം മുതൽ അവസാനം വരെ ഏവരെയും മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് സീനുകൾ ഈ മൂവിയിലുണ്ട്. സിനിമയുടെ തുടക്കം മിയ നിക്കോ എന്ന് പറയുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് കാണിക്കുന്നത്. ഈ കഥ നടക്കുന്നത് സ്പെയിനിലാണ്. ഇവിടെ സംഭവം എന്തെന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ ആരെയൊക്കെയോ പേടിച്ച് ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഓട്ടത്തിലാണ്. ഇതൊരു വൈറസോ വല്ല അപ്പോകലിപ്സിൽ നിന്നും രക്ഷ നേടാനോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് അവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും രക്ഷ നേടാനുള്ള ശ്രമമാണ്. അവിടെ ചുറ്റിനും മുകളിൽ ഹെലികോപ്റ്ററിലും സോൾജേഴ്സ് ജനങ്ങളെ തോക്ക് ചൂണ്ടി പിടികൂടുന്നു. അതിനിടയിൽ കൂടെ മിയായും നിക്കോയും ഒരു ഡീലറിനെ സമീപിച്ച് പൈസ കൊടുത്ത് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ്. അയാളുടെ സഹായത്താൽ ആ ഡീലർ മറ്റൊരു ഡീലറിനെ കാണുകയും എന്നാൽ അയാളും ഇവരോട് പൈസ ചോദിക്കുകയാണ്. നിക്കോ കുറച്ച് പൈസ അയാൾക്ക് കൊടുത്തെങ്കിലും അത് മതിയാവില്ലെന്ന് പറയുന്നു. അവസാനം വേറെ വഴിയില്ലാതെ തങ്ങളുടെ കല്യാണത്തിനണിഞ്ഞ ഇരുവരുടെയും മോതിരം മനസ്സില്ലാ മനസ്സോടെ അയാൾക്ക് കൊടുക്കുന്നു. നിക്കോ ഈ ചെയ്യുന്നതെല്ലാം തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതിനകത്ത് കൂടെ അവർ പുറത്തേക്ക് പോവുകയാണ്. അവിടെ മുഴുവൻ ജനങ്ങളുടെ നിലവിളിയും സോൾജേഴ്സിന്റെ ബഹളങ്ങളുമാണ്. അയാൾ അവരെ കൊണ്ടുപോയത് ഒരു വലിയ കണ്ടെയ്നറിലാണ്. പ്ലാൻ എന്താണെന്നാൽ കണ്ടെയ്നറിൽ കയറി സോൾജേഴ്സിന്റെ കണ്ണ് വെട്ടിച്ച് മറ്റ് രാജ്യത്തോട്ട് പോകുന്ന വലിയ ഷിപ്പിൽ കയറി രക്ഷപ്പെടാനാണ്. കണ്ടെയ്നർ ആയതിനാൽ അകത്ത് കയറി അങ്ങനെ ആരും ചെക്ക് ചെയ്യില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അതിനകത്ത് ഇവരെ പോലെ പൈസ കൊടുത്ത് രക്ഷപ്പെടാൻ നിൽക്കുന്ന ബാക്കി ജനങ്ങളും വേറെയുണ്ട്. മിയായെപ്പോലെ 2-3 ഗർഭിണിയായ സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ഒപ്പം കൊച്ചുകുട്ടികളും. അങ്ങനെ കണ്ടെയ്നർ ട്രക്കിൽ കയറ്റി അവർ യാത്ര തുടങ്ങുകയാണ്. അകത്ത് വെച്ച് മിയായും നിക്കോയും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർക്ക് ഉമ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ആദ്യം ഉണ്ടായിരുന്നു, എന്നാൽ അവൾ ഇപ്പോൾ ആ സോൾജേഴ്സിന്റെ കൈകളിലാണ്. കുറച്ചു ദിവസം മുമ്പ് ഉമ മിയായോട് കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയും അത് പ്രകാരം മിയ അവളെ പുറത്തു വിടുകയും അങ്ങനെ പുറത്തുണ്ടായിരുന്ന സോൾജേഴ്സ് അവളെ പിടികൂടുകയും ചെയ്തു. ഇത് തൻ്റെ തെറ്റ് കാരണമാണ് സംഭവിച്ചതെന്ന് മിയ നിക്കോവിനോട് കരഞ്ഞു പറയുന്നുണ്ട്. ഇത് നിന്റെ തെറ്റല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് നിക്കോ അവളെയും സമാധാനിപ്പിക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് കയ്യിലുണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കണ്ടെയ്നറിലെ ഒരു ഭാഗം തുറക്കുന്നു. അപ്പോൾ അതുവഴി വെളിച്ചം വരികയാണ്. കുറച്ചു സമയത്തിന് ശേഷം ട്രക്ക് നിൽക്കുകയും അപ്രത്യക്ഷമായി ഡോർ തുറന്ന് രക്ഷപ്പെട്ട മറ്റ് ജനങ്ങളും ഈ കണ്ടെയ്നറിന്റെ അകത്തേക്ക് കയറുന്നു. അവസാനം കണ്ടെയ്നർ കൊണ്ട് നിറയുകയാണ്. തുടർന്ന് ബാക്കിയുള്ളവർക്ക് കയറാൻ വേണ്ടി കണ്ടെയ്നറുമായി മറ്റൊരു ട്രക്ക് അവിടേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു ബഹളത്തിനിടയിൽ നിക്കോ പുറത്തേക്കായി പോവുകയും അവർ രണ്ടുപേരും 2 കണ്ടെയ്നറിലാവുകയും ചെയ്യുന്നു. ആ ഗ്യാപ്പിലൂടെ മിയ നോക്കുമ്പോൾ നിക്കോ ആ ട്രക്കിനകത്ത് കയറുന്നത് കാണുന്നു. ശേഷം ഫോൺ എടുത്ത് നിക്കോയെ വിളിച്ച് സംസാരിക്കുന്നു. എനിക്ക് നിന്നെ കാണണം, നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മിയ കരയുന്നു. ഈ കണ്ടെയ്നർ പോകുന്നത് ഷിപ്പിലോട്ടാണ്. അവിടെ എത്തിയ ഉടൻ നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞ് നിക്കോ മിയക്ക് വാക്ക് കൊടുക്കുന്നു. തുടർന്ന് ഫോണിലെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഇരുവരും ഫോൺ കട്ട് ചെയ്യുന്നു. ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തെ ജനങ്ങളെ സോൾജേഴ്സ് ക്രൂരമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുക്കുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേരെ അവർ ഷൂട്ട് ചെയ്യുമ്പോൾ ചില ബുള്ളറ്റ് കണ്ടെയ്നറിൽ വന്നുകൊണ്ട് കൂടുതൽ ഗ്യാപ്പുകൾ അവിടെ ഉണ്ടാകുന്നു. തലനാടിക്ക് അകത്തുള്ളവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അതിർത്തി കഴിയുന്ന സ്ഥലത്ത് വെച്ച് സോൾജേഴ്സ് ട്രക്ക് ചെക്കിങ് നടത്തുകയാണ്. ഡ്രൈവർ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അതിനവർ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവിടെ നിക്കോ ഉള്ള ട്രക്കും എത്തുകയാണ്. ശേഷം ഫസ്റ്റ് മിയ ഉള്ള ട്രക്കിനകത്ത് അവർ നോക്കുമ്പോൾ അതിനകത്ത് അവർ ഉണ്ടായിരുന്നില്ല. അവർ കഷ്ടിച്ച് കണ്ടെയ്നറിന്റെ അകത്ത് തന്നെയുള്ള സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നു. പുറമേ നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ തോന്നില്ല. എന്നിരുന്നാലും അകത്തുകൂടെ ഷൂട്ട് ചെയ്ത് അവർ നിൽപ്പുണ്ടെന്ന് സോൾജേഴ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയും ഇല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. ഈ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വലിയ പെട്ടിയിൽ മിയ വലിഞ്ഞു കയറി ഒളിച്ചിരിക്കുന്നു. ഭീഷണിയെ പേടിച്ച് ഒരു പെണ്ണ് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ വന്ന ഉടൻ തന്നെ അവളെ വെടിവെക്കുകയും തുടർന്ന് ബാക്കിയുള്ളവരെയും തുരുതുരാ വെടിവെക്കുന്നു. മിയ ഒരു ഗർഭിണിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനവൾക്ക് സാധിച്ചിരുന്നില്ല. ഇവർ എത്രത്തോളം ദയയില്ലാത്ത ക്രൂരന്മാരാണെന്ന് ഈ സീൻ നിങ്ങളെ ബോധിപ്പിക്കും. കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടാതെ വെടിവെച്ച് കൊല്ലുകയാണ്. തിളച്ച ചോരയുടെ മണം അവരുടെ ശ്വാസമെടുക്കാൻ പോലും തടസ്സപ്പെടുത്തുന്നു. ഭാഗ്യത്തിന് അവർ മിയയെ കാണാതെ എല്ലാം ക്ലിയർ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. ആ സമയത്ത് ഫോൺ എടുത്ത് നിക്കോയിനോട് അവർ എല്ലാവരെയും കൊല്ലും, പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവൾ പുറത്തു വന്ന് അവിടെയുള്ള ടോർച്ചും ലൈറ്റും എടുത്ത് കണ്ടെയ്നറിൽ ഒറ്റപ്പെട്ട് പേടിച്ചിരിക്കുകയാണ്. തുടർന്ന് കപ്പലിൽ കണ്ടെയ്നർ കയറ്റി അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടങ്ങുന്നു.
പുറത്ത് ഒരുപാട് കാറ്റും മഴയും ഉണ്ടാവുകയാണ്. ആ ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ താനിപ്പോൾ ഉൾക്കടലിലാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കണ്ടെയ്നർ നല്ല രീതിയിൽ ഉലയുന്നുമുണ്ട്. തുടർന്ന് വലിയ ശബ്ദത്തോടെ കണ്ടെയ്നറും അവളുമായി മറിഞ്ഞു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ബോധമെഴുന്നേൽക്കുന്ന മിയായെയാണ്. അകത്തൊക്കെ ഒരുപാട് വെള്ളം കിടക്കുന്നു. അവൾ പേടിയോടെ ആ ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ ചുറ്റിനും വെള്ളം മാത്രമാണ് കാണുന്നത്. കുറച്ച് ദൂരെയായിട്ട് 2-3 കണ്ടെയ്നറുകളും കിടക്കുന്നു. താനാകെ പെട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് ഫോണെടുത്ത് നിക്കോയെ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണാണെങ്കിൽ ആകെ കേടായിരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പുറത്ത് ഒരു കണ്ടെയ്നറിൽ നിന്ന് ഒരുപാട് ജനങ്ങളുടെ നിലവിളി കേൾക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അതിനകത്തെ വെയിറ്റ് കാരണം ആ കണ്ടെയ്നർ താഴോട്ട് മുഴുവനുമായി മുങ്ങിപ്പോകുന്നു. അതിൽ നിക്കോ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കീപാഡ് ഫോണിൽ തന്റെ സിം എടുത്തിട്ട് അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും റിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം അകത്തുണ്ടായിരുന്ന പെട്ടികൾ പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് ടിഫിൻ ബോണുകൾ അവൾക്ക് കിട്ടുകയാണ്. തുടർന്ന് അതിൻ്റെ അകത്തെ റബ്ബർ എടുത്ത് കണ്ടെയ്നറിന്റെ ഗ്യാപ്പുകൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അടയ്ക്കുകയാണ്. ഒപ്പം ടേപ്പുകളും എടുത്തൊട്ടിക്കുന്നു. അവൾക്ക് കഴിക്കാൻ ഒരു സാൻഡ്വിച്ചും 2-3 ബോട്ടിൽ വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നിക്കോയുടെ കോൾ അവൾക്ക് വരികയാണ്. അവൾ നടന്നതെല്ലാം അവനോട് പറയുന്നു. താനിപ്പോൾ കടലിന്റെ നടുക്ക് കണ്ടെയ്നറിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും എവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ലെന്നും പറയുന്നു. ഞാൻ അടുത്ത ഹാർബറിൽ എത്താറായെന്നും അവിടെ എത്തിയിട്ട് നിന്നെ ഞാൻ വന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നിക്കോ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ പ്രതീക്ഷയിൽ മിയ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ തകിടം മറിയുകയാണ്. അവളിപ്പോൾ പ്രസവിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് കനത്ത മഴയും ഇടിയും കണ്ടെയ്നറിനകത്ത് ഗ്യാപ്പ് അടച്ച ടേപ്പ് പൊട്ടി വെള്ളം കയറുകയും ചെയ്യുന്നു. അവസാനം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ വെള്ളത്തിനടിയിൽ പ്രസവിക്കുകയാണ്. ശേഷം കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ ആദ്യമായി കരയുകയും ചെയ്യുന്നു. ദിവസം 4-5 എന്നിങ്ങനെ പോകുന്നു. അവളുടെ കയ്യിലെ ആഹാരവും വെള്ളവും ഒക്കെ തീരാറായി. ഇനി പുറത്ത് കടക്കാതെ വേറെ രക്ഷയില്ലെന്ന് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് മുകൾ ഭാഗം തുരക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മണിക്കൂറുകളോളം ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രില്ലിങ്ങിന്റെ പണി 90% ആവുമ്പോഴേക്കും ഡ്രില്ലിംഗ് അവിടെ വർക്കാവാതെ വരുന്നു. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ലൈഡ് കത്തി കാണുകയും അതെടുത്ത് അറുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് കൈകീറി ഒരുപാട് ബ്ലഡ് ഒഴുകുകയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മിയ തൻ്റെ ദൗത്യം അവിടെ തുടങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ സ്ലൈഡ് കത്തിയും ഒടിഞ്ഞു പോവുകയാണ്. തൻ്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന വലിയ ബെൽറ്റ് എടുത്ത് മുകൾ ഭാഗം ഡ്രില്ല് ചെയ്ത സൈഡ് കോർത്തിട്ട് മുഴുവൻ ശക്തിയെടുത്ത് താഴോട്ട് വലിക്കുന്നു. അവസാനം ആകാശം കാണുകയാണ്. ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അവൾ അതിൻ്റെ ഫലം കണ്ടെത്തിയിരിക്കുന്നു. മുകളിലേക്ക് പോയി കുറച്ച് ശുദ്ധശ്വാസം എടുത്തിട്ട് വിശപ്പ് കാരണം കയ്യിൽ കിട്ടിയ കമ്പി എടുത്തിട്ട് താഴെ കണ്ടിരുന്ന മീനുകളെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് ഫലമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മുകളിൽ കൂടെ നമ്മുടെ എയറിൻ്റെ ഫ്ലൈറ്റ് പറന്നു പോകുന്നത് അവൾ കാണുകയും താഴെ പോയി ഒരു കണ്ണാടിയുടെ ചില്ലെടുത്ത് മുകളിലേക്ക് വരുന്ന സമയം സൈഡ് വക്കുകൊണ്ട് അവളെ കാല് വലിയ രീതിയിൽ കീറുകയും ചെയ്യുന്നു. ഇത്രയും മുകളിലിരിക്കുന്നവർ കാണില്ലെന്ന് അറിഞ്ഞു വെച്ചിട്ടും സീറോ പ്രതീക്ഷയിൽ കണ്ണാടിയിൽ പതിക്കുന്ന സൂര്യന്റെ വെട്ടം ഫ്ലൈറ്റിലോട്ട് അടിക്കുകയാണ്. അതിജീവനത്തിനായി മനുഷ്യർ എന്തും ചെയ്യുമെന്നുള്ള കാഴ്ചകളാണ് ഈ സീനിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം താഴെ ചെന്നിട്ട് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് കമ്പി വെച്ച് മുറിവിനെ തയ്ക്കുകയാണ്. ഇടയ്ക്കിടെ തൻ്റെ വിഷമങ്ങളെല്ലാം കുഞ്ഞിനോട് പറഞ്ഞ് ദിവസങ്ങൾ ചിലവഴിയുന്നു. ഒരു ദിവസം രാത്രി ഇവിടെ ബംഗാളികൾ വിൽക്കുന്ന മഴവിൽ കളർ ഹെഡ്സെറ്റ് അകത്തുണ്ടായിരുന്ന കാർഗോ പെട്ടിയിൽ നിന്നും അവൾക്ക് കിട്ടുകയാണ്. അതിനെയെല്ലാം ഒരു വല പോലെ അവൾ കോർത്ത് വെക്കുന്നു. എന്നിട്ട് അതുമായി രാവിലെ മുകളിൽ ചെന്ന് വെള്ളത്തിലെറിഞ്ഞ് മീൻ പിടിക്കുകയാണ്. അവൾക്ക് ആദ്യം തന്നെ ഒരു അയല കിട്ടി. പിന്നെ ചൂര, വങ്കട, നവര, അങ്ങനെ എത്ര മീനുകൾ. ആ മീനിനെയൊക്കെ ടിഫിൻ ബോക്സിൽ വെള്ളത്തിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കൂടാതെ താൻ ഇവിടെ ഒരു കൈക്കുഞ്ഞുമായി ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് പേപ്പറിൽ എഴുതി ടിഫിൻ ബോക്സിലാക്കി. അങ്ങനെ ഒരുപാട് ടിഫിൻ ബോക്സ് വെള്ളത്തിലേക്ക് എടുത്ത് ഒഴുക്കി വിടുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അകത്തെ സ്ഥിതി മോശമാകുന്നു. വെള്ളം നിറഞ്ഞു വരികയാണ്. അന്ന് രാത്രി മുകളിൽ കയറി സിമ്മൂരി തൻ്റെ പഴയ ഫോണിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ നിക്കോയുടെ കോൾ വരികയാണ്. അവസാനം എങ്ങനെയൊക്കെയോ ടച്ച് വർക്കായി അറ്റൻഡ് ആവുകയും എനിക്ക് നിന്നെ രക്ഷിക്കാൻ അവിടെ വരാൻ പറ്റില്ല, എൻ്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ചോര പൊയ്ക്കൊണ്ടിരിക്കുന്നു, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരണമെന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം അവളോട് പറയുന്നു. തുടർന്ന് നമുക്ക് കുഞ്ഞ് ജനിച്ചെന്നും കുഞ്ഞിന് നീ പറഞ്ഞ പേര് തന്നെയാണ് ഇട്ടതെന്നും പറഞ്ഞ് ഫോണിൽ അവളുടെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് കേട്ടതും നിക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. തുടർന്ന് കോൾ അവിടെ കട്ടാകുന്നു. തൻ്റെ ഭർത്താവിനെ ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഘട്ടത്തിൽ അവൾ പൊട്ടിക്കരയുകയാണ്.
അവസാനം കുഞ്ഞിനെയും എടുത്ത് താമസ സ്ഥലം മുകളിലാക്കുന്നു. താഴെ ഒരുപാട് വെള്ളം നിറഞ്ഞു വരികയാണ്. എങ്ങാനും കണ്ടെയ്നർ വെള്ളത്തിനടിയിലായാൽ കുഞ്ഞിനെ സേഫാക്കാൻ വേണ്ടി ചെറിയ ചങ്ങാടം പോലെ ഉണ്ടാക്കി അവൾ വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അന്ന് രാത്രി താഴെ നിന്നും മറന്നുവെച്ച നിക്കോ അവസാനമായി കയ്യിൽ കൊടുത്ത സ്നിക്കേഴ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വെള്ളം കൊണ്ട് മുഴുവനുമായി നിറഞ്ഞ കണ്ടെയ്നർ താന്നു പോവുകയാണ്. മുകളിലിരുന്ന കുഞ്ഞ് ചെറിയ ചങ്ങാടത്തിലൊഴുകി കണ്ടെയ്നറിൽ നിന്നും നീങ്ങിപ്പോകുന്നു. അങ്ങനെ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ അവിടെ കാണാനില്ല. താഴെയായിട്ട് ഒരു വലിയ ഷാർക്കും നീങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തുകൂടെ ഷാർക്ക് നീങ്ങിച്ചെന്ന് വെള്ളം ചീറ്റുമ്പോൾ കുഞ്ഞ് പേടിച്ച് കരയുകയാണ്. ഈ കരച്ചിൽ മിയ കേൾക്കുകയും കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്യുകയാണ്. രാത്രിയായതിനാൽ ഭാഗ്യത്തിന് ഷാർക്ക് അവരെ കാണാനിടയാവാതെ അവിടെ നിന്നും പോകുന്നു. സമയം വെളുപ്പാൻ രാവിലെ ആവുന്നു. മിയായും കുഞ്ഞും ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ വെള്ളത്തിൽ തണുത്തു വിറച്ച് കിടക്കുകയാണ്. ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയ ബോട്ടിൽ ഒരു അപ്പൂപ്പനും തൻ്റെ ചെറുമക്കളും കൂടെ മീൻ പിടിക്കാൻ വന്ന് നിൽക്കുന്നു. അതിലെ പെണ്ണ് ദൂരെ എന്തോന്ന് കിടക്കുന്നത് കാണുകയും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ആ കാഴ്ച അവരെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നു. മിയ അവിടെ ഉണ്ടായിരുന്നില്ല, പകരം അവരുടെ കുഞ്ഞ് അവിടെയുണ്ട്. കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ജീവനുണ്ടായിരുന്നു. ആ ചങ്ങാടത്തിന്റെ സൈഡിൽ ഒരു കെട്ട് വെള്ളത്തിലോട്ട് പോയിരിക്കുന്നത് അവർ കാണുകയും അത് പിടിച്ചു വലിക്കുമ്പോൾ മിയ മുകളിലോട്ട് വരികയും ചെയ്യുന്നു. ബുദ്ധിപൂർവം അവൾ അവളുടെ കയ്യിൽ കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ അവർ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും കുഞ്ഞിനെ തിരിച്ചു നൽകുകയും ചെയ്യുന്നു. താനും കുഞ്ഞും രക്ഷപ്പെട്ടോ അതോ ഇത് സ്വപ്നമാണോ എന്നുള്ള ഞെട്ടൽ അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്.